അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സംഘടനാ നേതാക്കളെ, MSMന്റെ 18ാമത് ഗ്ലോബൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസിന് എത്തിച്ചേർന്നിട്ടുള്ള സമ്മേളന പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അനുഗ്രഹീതമായ സദസ്സെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ മുന്നിൽ നടക്കേണ്ടവരും മുന്നിൽ നിന്ന് നയിക്കേണ്ടവരുമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അറബിക് വിദ്യാർത്ഥികൾ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം. നമുക്കറിയാം, ഈ വർത്തമാനകാലത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായി വായിച്ചറിയുന്നവരാണ് നമ്മളെല്ലാവരും. പുതിയ കാലഘട്ടം എന്നത് എല്ലാ അധാർമികതകളിലേക്കും മൂല്യച്യുതിയിലേക്കും പുതിയ സമൂഹത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മതമെന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന ഒന്നാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം. കുടുംബ വ്യവസ്ഥിതി എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കുന്ന ഒന്നാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. കുടുംബ വ്യവസ്ഥിതിയും വിവാഹബന്ധങ്ങളും എന്നത് വളരെ മ്ലേച്ഛമാണെന്നും അത് പഴഞ്ചൻ രീതിയാണെന്നും ലിവിങ് ടുഗദർ എന്നുള്ള രീതിയിലുള്ള അത്തരം സംവിധാനങ്ങളാണ് പുരോഗമനമെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തോടാണ് നമുക്ക് സംവദിക്കാനുള്ളത്. അതിൻ്റെ മുൻപിൽ നിന്ന് ആ ധാർമ്മിക വിപ്ലവത്തിന്, ധാർമ്മിക പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ബാധ്യതപ്പെട്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥി സമൂഹമെന്ന ബോധത്തോടു കൂടിയാണ് ഞാൻ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സദസ്സാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചത്. നമുക്കറിയാം, വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടം ഒരു വിശ്വാസി എങ്ങനെയാണ് തൻ്റെ ജീവിതം നയിക്കേണ്ടതെന്ന് കൃത്യമായി മതം പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം എന്നെല്ലാം മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് മതം പറയുമ്പോൾ അത് പഴഞ്ചൻ രീതിയായി മാറുന്നു, അത് പിന്തിരിപ്പൻ ആശയമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ 18ാമത് അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ പ്രൗഢമായ വേദിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, MSM വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ മാസം കൊണ്ടോട്ടിയിൽ വെച്ച് നടന്ന ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥി സമ്മേളനം സയൻസ്, അതുപോലെ തന്നെ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന 18ാമത് അറബിക് വിദ്യാർത്ഥി സമ്മേളനം, അതുപോലെ തന്നെ നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ, ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളുമായി MSM ക്യാമ്പസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ക്യാമ്പസുകളിൽ അതിന് നേതൃത്വം നൽകേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥി സമൂഹം. MSMന്റെ ഈ ധാർമ്മിക പോരാട്ടത്തിൽ നിങ്ങളുടെ ഏവരുടെയും പങ്ക് ഉണ്ടായിരിക്കണമെന്ന് ഏറ്റവും വിനീതമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു 18ാമത് അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അബു ജാസിർ സാർ, നമ്മുടെ എംബസി മീഡിയ അഡ്വൈസർ, ഫലസ്തീൻ മീഡിയ അഡ്വൈസർ, അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി ഈ ഒരു ചടങ്ങിലേക്ക്
കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ സംഘടനാ നേതാക്കളെയും KNMന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ മടവൂർ സാർ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനാ നേതാക്കളെയും വളരെ ഹൃദ്യമായി ഈ 18ാമത് അന്താരാഷ്ട്ര അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സമ്മേളന പ്രതിനിധികളെയും ഇതിന്റെ സംഘാടക സമിതിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.